ഹായ് ഫ്രണ്ട്സ്, മൈ ഡെയിലി ബൈറ്റ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കണ്ണൂർ സ്റ്റൈല് ഇലയട മേക്കിംഗ് ആണ്. നമ്മളെ കണ്ണൂർ സ്റ്റൈല് ഇലയട അറിയാമോ ആർക്കെങ്കിലും? നല്ല നാടൻ രീതിയിലുള്ള കണ്ണൂർ സ്റ്റൈല് ഇലയടയാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഈ തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിക്കണം. പൊട്ടിച്ച് ഒന്ന് നമ്മളിവിടെ ചുരുണ്ടി എന്ന് പറയും, ചിരവി വെക്കണം. ഓക്കെ, നമുക്ക് എന്നിട്ട് പരിപാടിയിലേക്ക് പോവാം. വായോ. നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആട്ടപ്പൊടി. ഇത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണ്. ആട്ടപ്പൊടി, ഒരു തേങ്ങയുടെ പാതി നമ്മൾ പിന്നെ ചിരവി എടുക്കുമ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ളത്, പിന്നെ പഞ്ചസാര, പിന്നെ നമ്മളെ സാധാ വാഴയില. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ വേണ്ടത്. നമുക്ക് ആദ്യം ഇതൊന്ന് പൊട്ടിച്ചിട്ട് ചിരവി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തേങ്ങ ചിരവിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇനി പഞ്ചസാര എടുത്തിട്ട് ഇതിനകത്തിടണം. നമുക്ക് ഇനി നമുക്ക് പഞ്ചസാര ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പഞ്ചസാര ഇടാം. ഒരു 3 സ്പൂൺ ഇടാം. ഇട്. മതി. കൈ വെച്ച് കുഴക്കാം. നമ്മളിപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് നമ്മളൊന്ന് മൊത്തത്തിലൊന്ന് കുഴക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയും പഞ്ചസാരയും കൂടെ ഇട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത് നമ്മുടെ ആട്ടപ്പൊടി കുഴക്കമാണ് വേണ്ടത്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമുക്കിനി ആട്ടപ്പൊടി കുഴക്കാം. ആട്ടപ്പൊടി കുഴക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുക്കുന്ന വെള്ളത്തിൽ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഉപ്പിടണം. ഉപ്പിട്ടിട്ട് ചെറുതായി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നമ്മളൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നല്ലൊരു അടയുടെ പരുവത്തിൽ നമുക്കൊന്ന് ഇത് കുഴച്ചെടുക്കാം. നോക്കി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അത് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ഇലയിലേക്ക് സെറ്റ് ചെയ്യണം. നമ്മൾ വാഴയിലയൊക്കെ തൂത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിനകത്തേക്ക് ഈ മാവ് സെറ്റ് ചെയ്ത് വെച്ച മാവ് നമുക്ക് ഇതിനകത്തേക്ക് ആക്കി കൊടുക്കാം. നമ്മളിങ്ങനെ ആക്കുമ്പോൾ കയ്യിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തൊട്ട് ആക്കാനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമ്മൾ പരത്തി കൊടുക്കുക മൊത്തത്തിൽ. അപ്പോൾ ഇതേപോലെ നമ്മൾ പരത്തിയിട്ട് അതിന് ശേഷം നമുക്ക് ആക്കി വെച്ച നമ്മുടെ മധുരം അതിൻ്റെ മേലെ ഒന്ന് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ലേശം ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ ലേശമാക്കിയിട്ട് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിക്ക് നമ്മളൊന്ന് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒത്തിരി ഒന്നും വേണ്ട. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് നേരെ നടുകൂടെ മടക്കുവാണേ. ഇതേപോലെ നേരെ നടുക്കൂടെ മടക്കുക. ഇപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നാടൻ രീതിയിൽ ഇതെങ്ങനെ സെറ്റ് ചെയ്ത് നമുക്ക് എടുക്കുമെന്ന് പറയും. ഇത് നമ്മൾ പുഴുങ്ങലല്ല കേട്ടോ. നമ്മൾ സാധാരണ ഗ്യാസ് അടുപ്പിലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ വിറകടുപ്പിലോ വെച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കലാണ്. നമ്മൾ ഗ്യാസ് അടുപ്പിൽ സാധാരണ പാൻ വെച്ചിട്ട് ഇത് മാത്രമായിട്ട് ചുട്ടെടുക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ഉപ്പുവെള്ളം ആക്കിയപ്പം നമ്മൾ ചൂടുവെള്ളത്തിനകത്താണ് നമ്മൾ ഉപ്പുവെള്ളം ആക്കിയിട്ടുള്ളത്. ഇപ്പം മാവിന് ചെറിയൊരു ചൂട് തട്ടും. എന്തായാലും അധികം ചൂടൊന്നും വേണ്ട, ചെറിയൊരു ചൂട്.
ഇനി നമുക്കിനി ഈ സെയിം പ്രോസസ്സ് തന്നെ ഫുൾ കണ്ടിന്യൂ ചെയ്യണം. ഇപ്പോൾ നമുക്കിനി ആവശ്യത്തിനുള്ള മാവ് എത്രയാണോ തീരുന്നത്, ആ തീരുന്ന നമ്മൾക്കിപ്പോൾ ആവശ്യത്തിനുള്ള മാവാണല്ലോ എടുത്തിട്ടുള്ളത്, എത്ര അടയാണോ വേണ്ടത്, അപ്പോൾ അതിനുള്ള നമുക്ക് ഇലയും. അപ്പോൾ നമുക്ക് ഇതേ സെയിം ഇത് തന്നെ നമ്മൾ മൊത്തത്തിൽ ഇനിയിപ്പോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളൊരു 5-10 നമ്മൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിനി കുക്ക് ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ ഗ്യാസെല്ലാം കത്തിച്ചു പാന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പാന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ഏറ്റവും അവസാനം വന്നൊരു കുഞ്ഞടയുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ആദ്യം ഇടാം. ഏതെങ്കിലും ഒരു സൈഡാക്കിയിട്ട് ഇടുക. കാരണം നമുക്ക് ഒറ്റ ടൈം 2 ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ അട ഉണ്ടാക്കിയിട്ട് തന്നെ ഈ പാനിപ്പോൾ ഇങ്ങനെ ആയത് എന്ന് വെച്ചാൽ ഇത് നമ്മൾ സാധാരണ ചുട്ട് ചെയ്യുമ്പം കരിയുമല്ലോ. അപ്പോൾ നമുക്ക് അപ്പർ സൈഡ് അതേപോലെ തന്നെ ഒന്നുകൂടി ഇട്ട് കൊടുക്കാം. സാധാരണ എന്നാ ഇഡലി പാത്രത്തിനകത്തിട്ട് പുഴുങ്ങിയെടുക്കുകയും ചെയ്യാം. ഇത് നമ്മൾ നല്ല നാടൻ രീതിയിൽ ചുട്ടെടുക്കല. ഇത് വേറൊന്നും കൂട്ടുന്നില്ല കേട്ടോ, പഞ്ചസാരയും തേങ്ങയും മാത്രം, പിന്നെ ആട്ടപ്പൊടിക്കകത്ത് ഉപ്പിട്ട് വെള്ളം, ഇത്രേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളിതൊന്ന് കുക്കാവട്ടെ. ഒരു സൈഡ് ആയി കഴിയുമ്പം നമ്മൾ മറ്റേ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നേരെ മറിച്ചിടണം ഇതേപോലെ. പച്ച ഇലയായതുകൊണ്ട് പൊട്ടലൊക്കെ ഉണ്ടാവും, കണ്ടോ പൊട്ടുന്നുണ്ട്. ഈ സൈഡ് ഇത് ഈ ഒരു സൈഡ് ആയിട്ടുണ്ട്. പിന്നെ ആട്ടപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്നാവും. ഇപ്പം നമ്മുടെ അട 2 സൈഡ് സെറ്റായിട്ടുണ്ട്. അപ്പം അട സെറ്റായി നമ്മളിങ്ങനെ വെന്ത് കഴിയുമ്പം ഇതേപോലെ ഇല ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് മാറ്റി കിട്ടും. പിന്നെ ഓവർ കരിഞ്ഞു കൊണ്ട് കേട്ടോ, ഇത് പെട്ടെന്നാവും. കുറച്ചാക്കാനാണെങ്കിൽ ഇത് പെട്ടെന്നാവും. ഈ സൈഡും ആയിട്ടുണ്ട്, കണ്ടോ. ഇതേപോലെ ഇങ്ങനെ ഇല മാത്രമായിട്ട് സെപ്പറേറ്റ് വിട്ട് കിട്ടും. അപ്പം ഇതായിട്ടുണ്ട്. ഈ 2 അട സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂട് പോകുന്ന നല്ലത് ആദ്യത്തെ 2 അട സെറ്റായിട്ടുണ്ടേ. സൂപ്പർ. അപ്പം നമ്മൾ രണ്ടാമത്തെ സെറ്റ് അട ഇട്ടിട്ടുണ്ട്, കണ്ടോ. ഇപ്പോൾ ഇതേപോലെ തന്നെ നമുക്കിനി ഇതും കൂടെ ആക്കിയിടണം. അങ്ങനെ ഒരു 10-15 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ഇലയട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഇലയട. പിന്നെ ഇതാ ഒരു ഗ്ലാസ് കട്ടനും കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല മഴയൊക്കെ പെയ്ത് തോർന്ന സമയം കേട്ടോ. കോഴി കടന്ന് കരയുന്നുണ്ട്. ഇപ്പം എങ്ങനെ? ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഇലയടേൻ്റെ ഉള്ളിങ്ങനെയാണേ. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നവരെ ബായ്.